ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷ് ഷാനവാസ് കോംബോയെ പറ്റിയാണ് പറയാനുള്ളത്. അനീഷിന്റെ പുറകെയുള്ള ഷാനവാസിന്റെ നടത്തം അനീഷിന് ഇഷ്ടമായിരുന്നു. ഏതായാലും അനീഷ് ഷാനവാസിനോടുള്ള തന്റെ ഫ്രണ്ട്ഷിപ്പ് തുറന്നു സമ്മതിച്ചതോടെ അനീഷിന്റെ പുറകെ നടന്നുകൊണ്ടുള്ള ഷാനവാസിന്റെ ഗെയിം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഷാനവാസിന്റെ ഗെയിം എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ ഗെയിമിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒറ്റയാനായിട്ട് ഇതുവരെ നിന്ന ആളായിരുന്നു അനീഷ്. ആ അനീഷിനാണ് ഇപ്പോൾ ഷാനവാസിന്റെ മുന്നിൽ അടിവതറിയത്. അനീഷിനെ ഷാനവാസ് കൈപ്പിടിയിലാക്കിയോ? ഏറെക്കുറെ അങ്ങനെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ചൊക്കെ നമ്മളത് കണ്ടതാണെങ്കിലും ഈ വരുന്ന ആഴ്ചയിൽ നമുക്കതെല്ലാം കൺഫേം ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 100% ഉറപ്പാണ് അനീഷിന്റെ ഗെയിമിനെ അത് ബാധിക്കും. അനീഷിന്റെ ഫാൻസിന് അത് കുറച്ച് ക്ഷീണമായിരിക്കും. അനീഷിന് മറ്റൊരാളുടെ കൂടെ ചേർന്ന് ഗെയിം കളിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരം മറ്റൊരാളെ കൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നേരത്തെ കളിച്ച പോലെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റില്ല, ഫിയർലെസ് ആയിട്ട് കളിക്കാൻ പറ്റില്ല. കൂടാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ആർട്ടിഫിഷ്യലായി മാറി തുടങ്ങും. പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അനീഷിന് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. എന്നാൽ മറുവശത്തോ ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഒരു മുതൽ തന്നെയാണ്. ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ വിളിച്ചു കൂടെ ഇരുത്തി സംസാരിച്ച് ഓരോ ആവശ്യത്തിന് കൂടെ നിർത്തുന്ന ആളാണ് ഷാനവാസ്. അതുകൊണ്ട് ഷാനവാസിന്റെ കൂടെ ഇനി മുതൽ അനീഷ് ഉണ്ടെങ്കിൽ ഷാനവാസിനെ വിശ്വസിച്ച് അനീഷ് ഉണ്ടാകും ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ. അത് ഷാനവാസ് ഇട്ടുകൊണ്ടിരുന്ന എഫേർട്ട് നന്നായിട്ട് കുറയ്ക്കും. ഷാനവാസിന് ആൾബലം കൂടും. കൂട്ടത്തിലെ കൊമ്പനെ തന്നെയാണ് ഷാനവാസ് മെരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേബലിൽ ഷാനവാസിന് നല്ല ഹൈപ്പ് ഉണ്ടാക്കും. നിലവിലത്തെ അവസ്ഥ ഇതൊക്കെയാണ്. വരും ദിവസങ്ങളിൽ ഷാനവാസ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ തന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്